അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം നോക്കേണ്ടത് അക്കൗണ്ടിംഗ് എന്താണെന്നാണ്. അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള എക്കണോമിക് ഇൻഫർമേഷൻ, നമുക്ക് കമ്പനിയുടെ അകത്ത് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന, അത് ചിലപ്പോൾ ഡയറക്റ്റ്ലി ആയിരിക്കാം ഇൻഡയറക്റ്റ്ലി ആയിരിക്കാം ഉപയോഗിക്കുക. സോ ഈ യൂസ്ഫുൾ ആയിട്ടുള്ള എക്കണോമിക് ഇൻഫർമേഷനാണ് നമ്മൾ അക്കൗണ്ടിംഗ് എന്ന് പറയാം. ഈ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഡിസിഷൻ മേക്കിങ്ങും അതേപോലെ തന്നെ ബിസിനസ് ഫങ്ഷൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാനും മാനേജേഴ്സിൻ്റെ ഒക്കെ പെർഫോമൻസ് നോക്കാനും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്, അതാദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ എന്താണ് ചെയ്യുക, കോഡിഫൈയും പ്രോസസ്സും ചെയ്യും. ദെൻ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, സോ ജസ്റ്റ് ആദ്യം എന്താണ്, നമ്മൾ ഒരു കമ്പനിയുടെ ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്യും, അത് നമ്മൾ ആ ഇൻഫർമേഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കും. അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫങ്ഷൻസ്. അപ്പോൾ എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യാന്നൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ ഫസ്റ്റ് അക്കൗണ്ട് എന്താണെന്ന് അറിയണം. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവല്ലോ, അതിനെയാണ് നമ്മൾ അക്കൗണ്ട് എന്ന് പറയുക. ഇനി ഈ കുറേ അക്കൗണ്ട്സിൻ്റെ, കുറേ സിമിലർ ആയിട്ടുള്ള അക്കൗണ്ട്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുക. നമ്മൾ ബിസിനസ്സിൻ്റെ റെക്കോർഡ്സിൽ ഈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത് ഫൈനാൻഷ്യൽ അക്കൗണ്ടൻസ് ആണ്. ഈ അക്കൗണ്ട്സ് എല്ലാം ഉള്ള ബുക്കിനെയാണ് നമ്മൾ ലെഡ്ജേഴ്സ് എന്ന് പറയുക. സോ ഇപ്പോൾ എല്ലാം എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ട്സ് ഒക്കെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ ഫയൽസിനെയാണ് നമ്മൾ ലെഡ്ജേഴ്സ് എന്ന് പറയാം. സോ എങ്ങനെയാണ് ഈ റെക്കോർഡ്സ് ഒക്കെ ചെയ്യേണ്ടതെന്നുള്ളതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. സോ ഈ ഡേറ്റയിലെ ട്രാൻസാക്ഷൻ ഡേറ്റയൊക്കെ നമ്മൾ കോഡിൻ്റെ പരുവത്തിലാണ് ഇടുന്നത്. ഓക്കെ, അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം കോഡ് പരുവത്തിലാണ് ഇടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്, നമ്മുടെ സമയം ഒത്തിരി സേവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ABC ഇൻഡസ്ട്രിയൽ അങ്ങനെ വലിയൊരു കമ്പനിയുടെ പേരാണ്, ഇവർ കോഡ് പരുവത്തിൽ 1 2 3 4 5 എന്ന് ഇടുന്നെങ്കിൽ അവരുടെ ടൈം കുറേ സേവ് ചെയ്യും. ഇത് കമ്പ്യൂട്ടറിനും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, നമുക്ക് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കയ്യിലുള്ളത് എന്താണ്, ബിസിനസ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഈ ഡേറ്റ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മളൊരു ഫൈനാൻഷ്യൽ ഡോക്യുമെൻ്റ് ആക്കുക അതിനെ. ഓക്കെ, ഈ ഫൈനാൻഷ്യൽ ഡോക്യുമെൻറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഓരോ ലെഡ്ജർ അക്കൗണ്ട്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് നമുക്കൊരു ജനറൽ ലെഡ്ജർ അക്കൗണ്ട് നമ്മുടെ കയ്യിൽ കാണും. ഈ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസ് എല്ലാം നമ്മൾ സമ്മറൈസ് ചെയ്യും. ഓക്കെ, സമ്മറൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ട്രയൽ ബാലൻസ് കിട്ടും. ഈ ട്രയൽ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കമ്മ്യൂണിക്കേറ്റിംഗ് ഡേറ്റ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ്. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഒക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. സോ പല പല ലോസിലൊക്കെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമാണ്. ഫോർ എക്സാമ്പിൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിനൊക്കെ അത് വേണ്ട കാര്യമാണ്. പിന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആ ഇൻഫർമേഷനൊക്കെ കമ്പനിയുടെ അകത്തുള്ള യൂസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഇൻഫർമേഷനൊക്കെ എന്തിനാണ്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കമ്പനിയുടെ വെളിയിലുള്ള എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ആരാ, ഫൈനാൻഷ്യൽ അക്കൗണ്ടൻസ് ആണ്. ഇത് നമ്മുടെ ഫൈനാൻഷ്യൽ റിസൾട്ട്സ് ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു ഡോക്യുമെൻറ്റ് പരുവത്തിലാണ് ഈ ഷെയർ ഹോൾഡേഴ്സിന് ഫ്രണ്ടിൽ കൊണ്ട് കൊടുക്കുന്നത്. ആ ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് ആനുവൽ റിപ്പോർട്ട്. ഓക്കെ, പല തരത്തിലുള്ള അക്കൗണ്ട്സ് ഉണ്ടാവും. ഏതൊക്കെയാണ്, കസ്റ്റമർ അക്കൗണ്ട്സ്, സപ്ലയർ അക്കൗണ്ട്സ്, ഇൻകം അക്കൗണ്ട്സ്, എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സ്, ആസറ്റ് അക്കൗണ്ട്സ് ആൻഡ് ലയബിലിറ്റി അക്കൗണ്ട്സ്. ഈ പറയുന്ന കസ്റ്റമർ അക്കൗണ്ട്സും സപ്ലയർ അക്കൗണ്ട്സും ആൻഡ് ഈ ഓരോ അക്കൗണ്ട്സ് എന്താണ്, ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഓരോന്ന് കാണും. ഓക്കെ, ഇപ്പോൾ കസ്റ്റമർ അക്കൗണ്ട്സ് ആണെങ്കിൽ ഓരോ കസ്റ്റമറിന് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സപ്ലയറിനനുസരിച്ച്, ഓരോ എക്സ്പെൻസസിനനുസരിച്ച്, ഓരോ ആസറ്റ്സിനനുസരിച്ച്, ഓരോ ലയബിലിറ്റീസിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് കാണും. ഇനി കസ്റ്റമർ അക്കൗണ്ട്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാവും ആൻഡ് നമുക്ക് എന്താണ്, അവർ പൈസ തരാനുണ്ടായിരിക്കും. അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ കസ്റ്റമർ അക്കൗണ്ട് എന്ന് പറയാം. സപ്ലയർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സും സർവീസസും ഒക്കെ മേടിച്ചിട്ടുണ്ടാവും, നമുക്ക് അവർക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പം അതൊക്കെ റെക്കോർഡ് ചെയ്യണം. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ, അതിന് നമ്മൾ പേ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് ഒക്കെ ഉള്ളതാണ് സപ്ലയർ അക്കൗണ്ട്സ്. ഇൻകം അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻകം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് ഇൻകം അക്കൗണ്ട്. എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് കുറേ എക്സ്പെൻസസ് ആണ്. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കേണ്ട വേജസും സാലറീസും ഒക്കെ, അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, നമ്മുടെ റെൻറ്റൽ കോസ്റ്റ് ഒക്കെ, അതൊക്കെ എന്തിൽ കാണും, എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സിൽ കാണും. ഇനി ആസറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ
ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ഓൺ ചെയ്യുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ലാൻഡ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, മോട്ടോർ വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ അസറ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ അസറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ലയബിലിറ്റി അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ പേ ചെയ്യുന്നതായിട്ടുള്ള കുറേ ബാധ്യതകൾ കാണും. ഫോർ എക്സാമ്പിൾ, ബാങ്ക് ലോണ്, അതേപോലെ തന്നെ എന്താണ് ഇപ്പം എന്തെങ്കിലും കൈൻഡ് ഓഫ് സപ്ലയേഴ്സിന് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ എന്താണ്, ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ലയബിലിറ്റി അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. സിമിലർ ആയിട്ടുള്ള അക്കൗണ്ട്സിനെയാണ് നമ്മൾ ലെഡ്ജേഴ്സിലാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു ലെഡ്ജർ ഉള്ളത് ഒരു കളക്ഷൻ ഓഫ് സിമിലർ അക്കൗണ്ട്സ് ആയിരിക്കും. സോ നമുക്ക് ഓരോ കസ്റ്റമേഴ്സിനും കസ്റ്റമർ അക്കൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ട്സ് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് എന്താക്കാൻ പറ്റും, റിസീവബിൾസിലോട്ട് ആക്കാൻ പറ്റും. റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള പൈസയാണ് നമ്മൾ റിസീവബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കസ്റ്റമറിന്റെയും പൈസ ഓരോ കസ്റ്റമറിന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞു. ഈ കസ്റ്റമറിന്റെ അക്കൗണ്ട്സിനെ എല്ലാത്തിനെയും നമുക്ക് റിസീവബിൾസ് എന്നാക്കാൻ പറ്റും. ഇനി നമ്മൾ സപ്ലയറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സപ്ലയേഴ്സിനും ഒത്തിരി സപ്ലയേഴ്സ് കാണും. ആ സപ്ലയേഴ്സിനെല്ലാം പൈസ കൊടുക്കേണ്ടി വരും. സോ ഇതെല്ലാം എന്താണ്, നമുക്ക് കൊടുക്കാനുള്ള പൈസയാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ കളക്ട് ചെയ്തിട്ട്, ഇതെല്ലാം എന്താണ്, സിമിലർ അക്കൗണ്ട് ആണ്. ഇതിനെല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ പേയബിൾ അക്കൗണ്ടിലേക്ക് ഇടുന്നതാണ്. ഓക്കെ, അതിനാണ് ലെഡ്ജർ എന്ന് പറയാം. സോ ഇപ്പോൾ റിസീവബിൾ ലെഡ്ജറിൽ എന്ത് കാണും, ഓരോ കസ്റ്റമറിനും ഓരോ കസ്റ്റമർ അക്കൗണ്ട്സും ഉണ്ടാവല്ലോ, അതെല്ലാം കാണും ഒരു റിസീവബിൾസിൽ. അതേപോലെ തന്നെ പേയബിൾ ലെഡ്ജറിൽ ഓരോരുത്തരുടെയും സപ്ലയർ അക്കൗണ്ട്സ് കാണും. സോ ബിസിനസിന്റെ അക്കൗണ്ടിൽ നമ്മൾ ഒത്തിരി ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ അറ്റ്ലീസ്റ്റ് ആനുവലി എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്യും. എപ്പോഴാണ് ചെയ്യുന്നത് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ്, ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. സോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്, ഓണറിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഓണർ ഉണ്ടാവല്ലോ, അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ കാണും, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവും. സോ എന്തൊക്കെയാണ് ഇതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞാൽ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ നമ്മുടെ കമ്പനിയുടെ ഇൻകം, എക്സ്പെൻഡിച്ചർ, അതേപോലെ തന്നെ എത്രമാത്രം പ്രോഫിറ്റ് നമ്മൾ ആ ഫിനാൻഷ്യൽ ഇയറിൽ ഏൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ഉണ്ടാവും. സോ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിനെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നും പറയാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ പറയുന്നത് നമ്മുടെ കമ്പനിയിൽ എത്രമാത്രം അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഓണർ എത്രമാത്രം ഫണ്ട് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ പറയും. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനെ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്നും വിളിക്കാറുണ്ട്. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റ് ഓഫ് മണി ആണ്. സോ എത്രമാത്രം ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു, അതേപോലെ തന്നെ എത്രമാത്രം പൈസ നമ്മൾ ബിസിനസ്സിൽ നിന്ന് വെളിയിലോട്ട് പേ ചെയ്തു, ഇതൊക്കെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണും. സോ ആ ഫിനാൻഷ്യൽ ഇയർ കമ്പനിയുടെ ഫസ്റ്റ് ഉണ്ടായിരുന്ന പൈസയും അതേപോലെ തന്നെ സെക്കൻഡ് ഉണ്ടായിരുന്ന അതിന്റെ എൻഡിലുണ്ടായിരുന്ന പൈസയും എല്ലാം തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവും. ഓക്കെ, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ നമുക്കുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് തോന്നിയത് പോലെ ഒന്നും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് ചില സെറ്റായിട്ടുള്ള റൂൾസും പ്രാക്ടീസസും ഒക്കെ ഉണ്ട്. സോ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തിന്റെ പേരിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞാൽ, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ഗ്യാപ്പിന്റെ ബേസിസിലാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഓരോ കൺട്രീസിനും ചില ഡിഫറൻസ് കാണും ഗ്യാപ്പിന്. പക്ഷെ ജനറലി എന്താണ്, ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് എന്നെ അടുത്ത് പഠിക്കാനുള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇൻഫോർമേഷൻസ് ഉണ്ടാക്കുന്ന ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ മാനേജ്മെന്റ് ഇന്റേണൽ ആയിട്ടുള്ള നമ്മുടെ മാനേജ്മെന്റിന് കൊടുക്കാനായിട്ടാണ് ഇൻഫോർമേഷൻസ് ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അതേപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ ഇന്റേണൽ ആയിട്ടുള്ള മാനേജ്മെന്റിനും വേണ്ടിയിട്ടാണ് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യുന്നത്. സോ മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അവർ റൂട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യും, റൂട്ടീൻ ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്. അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് റിപ്പോർട്ട്സ് ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ അതും അവർ ചെയ്യാറുണ്ട്. ഓക്കെ, സോ അവരെന്ത് ചെയ്യും, ആദ്യമേ ഡേറ്റ കളക്ട് ചെയ്യും. ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഡിസിഷൻസ് എന്താണോ പ്ലാൻ ചെയ്യും, അത് എന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് അവർ ഡിസിഷൻസ് എടുക്കും.